ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പോകാൻ പോകുന്ന അൽക്കവാനി ചുവാക്കാണ് പോകാൻ പോണത്. അപ്പോൾ ഞങ്ങൾ നേരെ വംസാറിന്ന് നേരെ ഇറങ്ങി നേരെ അൽക്കവാനി ചുവാക്ക് പോകാൻ പോവാണ്. യാത്ര തന്നെയാണ്, ചുമ്മാ വെറുതെ ഇങ്ങനെ കുത്തുന്നപ്പോൾ എല്ലാവരും ഒരു സൺഡേ അല്ലേ, ഒരു ലീവില്ലോലുണ്ട്. അവർ പണിയൊക്കെ കഴിഞ്ഞ് പോയിട്ടിരിക്കുന്നു. അപ്പോൾ പണി കഴിഞ്ഞിരുന്നപ്പോൾ ഞങ്ങളും പറഞ്ഞു എന്നാൽ പോവല്ലേ എന്ന് ചോദിച്ചപ്പോൾ പോവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പോയതാണ്. കാരണം എന്താ വെച്ചാൽ അടിപൊളി സ്ഥലമാണോ, എല്ലാവരും വന്നൊന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. കാരണം അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകത ഉണ്ട്, അത് അവിടെ ചെന്നിട്ട് നമ്മൾ കാണാം. അവിടെ എത്താറായിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വണ്ടിയൊക്കെ അങ്ങനെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. പുറത്ത് പോയപ്പോൾ അവിടെ ഒരു ചെറിയൊരു കടലിൻ്റെ മാതിരിയല്ല, ഒരു വെള്ളത്തിൽ നിന്ന് കെട്ടി നിർത്തിക്കുകയാണ്. അതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ കല്യാണത്തിനൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയ മാതിരിയുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്, പൂക്കൾ കൊണ്ടില്ലാക്കി. അപ്പോൾ ഞങ്ങൾ നേരെ നടന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ കുറച്ചാണ് പോയപ്പോൾ അപ്പുറത്തുണ്ട് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോണത് ഒരു റിസോർട്ടിൻ്റെ ഇതൊക്കെ കണ്ടു. അവിടെ റിസോർട്ടുകൾ ഇഷ്ടം പോലെയാണ്, അവിടെ റിസോർട്ടുകളൊക്കെ. അങ്ങനെ റിസോർട്ടൊക്കെ കണ്ട് ഞങ്ങൾ അപ്പുറത്തുനിന്ന് ഈ പുഴൻ്റെ അപ്പുറത്തൊക്കെ റിസോർട്ടുണ്ട്. പുഴയല്ല കേട്ടോ, സോറി, അത് ആ വെള്ളത്തിൻ്റെ അപ്പുറത്തൊക്കെ റിസോർട്ടുകളാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ റിസോർട്ടുകളൊക്കെ തന്നെയാണ്. പക്ഷെ രാത്രി കാണാനും നല്ല വൈബാണ്. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികളെയും കൊണ്ടൊക്കെ പോയിട്ട് കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഭയങ്കര രസമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ കാണുന്നത് അവൻ്റെ ഭാര്യൻ്റെ പേര് എഴുതിയിട്ട് ലോക്കാക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ആ ചാവി ആ വെള്ളത്തിലോട്ട് എറിയണം. അതാത്ര അതിൻ്റെ ഒരു ആചാരം. എല്ലാവരും കുറേ ആൾക്കാർ വന്നിട്ട് ഭാര്യമാരുടെ പേരും കാമുകിയുടെ പേരൊക്കെ എറിഞ്ഞിട്ട് ചാവി നേരെ വെള്ളത്തിലോട്ടാണ് എറിയേണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, അത് സംഭവം അടിപൊളി സംഭവം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു സംഭവം ഇവിടെ ദുബായിലുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിതിൻ്റെ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നമുക്ക് പോയപ്പോൾ തന്നെ ഭയങ്കര ഒരു രസം തോന്നി. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചും കൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ, നല്ല തണുപ്പില്ല കാറ്റും. ഭയങ്കര ഞങ്ങളൊന്നും കോട്ടൊന്നും കൊണ്ടുപോയിരുന്നില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല ഉഷാറ് കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറച്ചൊക്കെ പൂച്ചെടികളുണ്ട് കുറച്ച്. പിന്നെ ഒരു കഫേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൊത്തം കഫേ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി ചായ കുടിക്കുക. പിന്നെ അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ വേഗം ഒരു വാട്ടർ ഫാൾസ് ഉണ്ട്. ആ വാട്ടർ ഫാൾസിൻ്റെ കുറച്ച് നേരമൊക്കെ കണ്ട. കാരണം ഇത് ഒരു പാർക്കാണ്, ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ഫാമിലികൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ചെറിയ ഗാർഡനുകൾ. ആ ഗാർഡനിൽ പൂവൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും പക്ഷേ ഈ നമ്മളെ നാട്ടിൽ കാണുന്ന അങ്ങനത്തെ ഒരു കടലാസിടി അങ്ങനത്തെ ഒരു പൂക്കളൊക്കെയാണ് കാര്യമായിട്ട്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ അടിച്ചുപൊളിയായിട്ട് നിൽക്കണം. പക്ഷേ എന്താ വെച്ചാൽ വിസിറ്റ് ചെയ്യേണ്ട, എല്ലാവരും ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാവരും മറക്കാതെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കണം. നല്ല സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ കാണാനും ഒരു അടിപൊളിയാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഇരിക്കാനും. പിന്നെ കുറച്ച് മാനും പിന്നെ ഒരു കാളവണ്ടി ചക്രങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. മാൻ്റെ അതൊക്കെ ഡമ്മി കേട്ടോ, അല്ലാതെ ഒറിജിനലൊന്നുമല്ല. അതിന്മേൽ കുട്ടികൾ ഇരുന്ന് കളിക്കണതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വേറെയുള്ള സ്ഥലത്തൊക്കെ ആണെന്നുവെച്ചെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ കുട്ടികൾ ഇരിക്കുകയാണെന്നുവെച്ചെങ്കിൽ അതിനൊരു ഒരു ഫീസൊക്കെ ഈടാക്കും. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ ചില പാർക്കിൽ എല്ലാ പാർക്കിലൊന്നും ഞാൻ പറയില്ല, ചില പാർക്കിൽ. പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രെയിന്, അതൊരു അടിപൊളി പരിപാടിയാണ്. കാരണം അതിനായിട്ട് ഓടിക്കാനായിട്ട് ഒരാളുണ്ട് കേട്ടോ. ഇത് കുട്ടികളും പിന്നെന്താ അതിൻ്റെ മാതാപിതാക്കളും എല്ലാവരും കയറുന്നുണ്ട്. എല്ലാവരും കയറിക്കൊണ്ട് നടക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീട്ടിൽ. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ തുണക്കാരും ഫോട്ടോ കുറച്ച് എടുത്തു നടന്നിട്ടുണ്ടെങ്കിൽ ഒരു വൈബിന് ഒരു വായിക്ക് പോയതല്ലേ, ഒരു ഫോട്ടോ ഒക്കെ കണ്ടു. അപ്പോൾ പിന്നെ അപ്പുറത്തൊരു മത്തനൊക്കെ കണ്ടു, അതിനൊരു കൂടാരൊക്കെ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും ബായ്.